അന്തർദേശീയ വാർത്തകളിലേക്ക് പി ജെയിംസ് അല്പനിമിഷങ്ങൾക്കകം വരികയാണ്. ഗസയിൽ അമേരിക്കൻ വിമാനങ്ങളിൽ നിന്ന് പാരച്യൂട്ട് വഴി താഴേക്കിട്ട ഭക്ഷ്യക്കിറ്റുകൾ വീണ് 5 പേർ കൊല്ലപ്പെട്ടുവെന്ന വിചിത്രമായ അതേസമയം സങ്കടകരമായ വാർത്ത വരുന്നു. ഭക്ഷണം എത്തിക്കാനുള്ള താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ 60 ദിവസം എടുക്കുമെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. പി ജെയിംസ് വിവരങ്ങൾ നൽകും. ജെയിംസ്, വിശപ്പടക്കാൻ പോയത് അവസാനം മരണത്തിൽ കലാശിച്ചു എന്ന് പറഞ്ഞാലേ എന്താ സംഭവിക്കുക? ഗുഡ് മോർണിംഗ് ജെയിംസ്. SKN വല്ലാത്തൊരു ദുരന്തമാണ്. കാരണം ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ജനത, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ ജീവൻ നിലനിർത്താം. അതിനിടയിലാണ് അവർക്ക് ഭക്ഷണമായി വരേണ്ട വസ്തു തന്നെ തങ്ങളുടെ മരണത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. വിചിത്രമായ ദുരന്തം, പക്ഷെ വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ ഗസയിലെ വടക്കൻ ഗസയിലേക്ക് അവസ്ഥ അറിഞ്ഞാൽ നമ്മളൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടു പോകും SKN. ആ അവസ്ഥയിലാണ്. അമേരിക്കയുടെ വിമാനങ്ങളിൽ നിന്ന് പാരച്യൂട്ട് വഴിയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അപ്പോൾ പാരച്യൂട്ട് വിടരാതെ പോയതുകൊണ്ട് അതിൻ്റെ വലിയ ഒരു ക്ലസ്റ്റർ ഓഫ് ഭക്ഷണപ്പൊതികൾ വന്ന് തലയിൽ വീണാണ് ഏതാണ്ട് 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് SKN. അത് വല്ലാത്ത രീതിയിൽ സങ്കടമുണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഭക്ഷണം എത്തിക്കാൻ 3 ലക്ഷം പേർക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിക്കേണ്ടതുണ്ട് വടക്കൻ ഗസയിൽ. അവിടെ എത്തിക്കാൻ താൽക്കാലികമായിട്ടുള്ള തുറമുഖം നിർമ്മിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് അത് നടപ്പാക്കാൻ 60 ദിവസം എടുക്കുമെന്നാണ്. അത് താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനായി. കാരണം കപ്പലുകൾക്ക് അടുക്കണമല്ലോ ഗസയുടെ അടുത്തേക്ക്. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് 2 മാസം എടുക്കും. പക്ഷേ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് അടുത്ത ആഴ്ച തന്നെ കടൽമാർഗം തങ്ങൾ ഭക്ഷണം എത്തിക്കുമെന്നാണ്. എങ്ങനെയാണെന്ന് പറയുന്നില്ല. യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷൻ പ്രസിഡൻ്റായിട്ടുള്ള ഉർസുല വോണ്ടർലൈനാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ അത് എത്തിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. കെയ്റോയിലെ ചർച്ചകൾ പരാജയപ്പെട്ടു. റമദാൻ മാസം ആരംഭിക്കാൻ ഇനി 3-4 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമോ എന്നറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ 11-ാം തീയതി തന്നെ റമദാൻ മാസം ആരംഭിക്കും. ഇതിനിടയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാവുകയാണ്. ഒരുപാട് പേർ കൂടുതലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് SKN. ഹൂതികൾ ഒരുപക്ഷെ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ആക്രമിച്ചൊരു കപ്പൽ കത്തി നശിച്ച് തകർന്നുപോയി. അതിലെ 21 ജീവനക്കാരെ ഇന്ത്യ രക്ഷപ്പെടുത്തി. അതിൽ 3 പേർ കൊല്ലപ്പെട്ടു. അതാണ് ഏറ്റവും അവസാനമായി നശിപ്പിക്കപ്പെട്ട കപ്പൽ. അത് ബാർബഡോസിൻ്റെ ഫ്ലാഗുള്ള കപ്പലായിരുന്നു. എന്തായാലും ഹൂതികളുടെ ഭീതി ഇപ്പോഴും ചെങ്കടലിലുണ്ട് SKN. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തരത്തിലും ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാവുന്നില്ല. അവരുടെ വാർ ക്യാബിനറ്റിൽ ബെന്നി ഗാൻസ് എന്ന നേതാവും, അദ്ദേഹം നേരത്തെ പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്, അദ്ദേഹവും തയ്യാറാവുന്നില്ല. ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എന്ത് വില കൊടുത്തു? പിന്നെ സിയോണിസ്റ്റ് ഭരണമാണ് യഥാർത്ഥത്തിൽ. കാരണം സിയോണിസ്റ്റുകളുടെ വലതുപക്ഷ തീവ്രവാദികളുടെ പിന്തുണയോടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അധികാരത്തിലിരിക്കുന്നത്. അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ മന്ത്രിസഭ താഴെ പോവും. സുപ്രീം കോടതിയിൽ കേസിൽ കിടക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇസ്രായേൽ ഒരു തരത്തിലും കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല. ഹമാസിൻ്റെയും സ്ഥിതി അത് തന്നെയാണ്. ഹമാസ് പറയുന്നത് ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ യുദ്ധം നിർത്തണം, ഇസ്രായേൽ ഗസ വിട്ടു പോകണം. അതിന് ഇസ്രായേലും തയ്യാറല്ല. ഒരുപക്ഷെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഈജിപ്റ്റ്, ഖത്തർ ഇവരൊക്കെ നിർബന്ധിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവൻ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല. ഹമാസ് ആണെങ്കിൽ ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാവുന്നുമില്ല SKN. ജെയിംസെ, മറ്റൊരു കാര്യം, ഈ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ ഏജൻസിയെ തിരിച്ചറിഞ്ഞു. ഒരുപാട് ഇന്ത്യക്കാരെ കൊണ്ട് വെട്ടിലാക്കിയ ഏജൻസിയാണല്ലോ അത്. മാത്രമല്ല അവരുടെ ഒരു 50 ലക്ഷം രൂപയും പിടിച്ചെടുത്തു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? SKN, ഇന്ത്യയിലെ 13 കേന്ദ്രങ്ങളിൽ നിന്നാണ് 100 കണക്കിന് ആൾക്കാരെ റഷ്യയിലേക്ക് ഉയർന്ന ശമ്പളത്തിൽ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. പക്ഷേ അത് മരണക്കെണിയാണ് എന്നുള്ളത് ബോധ്യമായത് 2 ഇന്ത്യക്കാർ ഉക്രൈൻ യുദ്ധമുന്നണിയിൽ കൊല്ലപ്പെട്ടതോടെയാണ്. ഒരാൾ ഗുജറാത്തുകാരനാണ്, ഇന്നലെ കൊല്ലപ്പെട്ട ആൾ തെലുങ്കാനക്കാരനാണ്. ഇനിയും 100 കണക്കിന് ആളുകൾ യുദ്ധമുന്നണിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. എന്തായാലും ഇന്ത്യ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു. ഇന്ത്യ ചർച്ച നടത്തിയ റഷ്യയുമായിട്ട് അവരെ വിട്ടുകിട്ടാനായി. പക്ഷെ അവർ യുദ്ധമുന്നണിയിലാണ്. അത്ര എളുപ്പമല്ല അവരെ തിരിച്ചു പിടിക്കാനായിട്ട്. അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തിരിച്ചു പിടിക്കുക എളുപ്പമല്ല.
ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള വാണിംഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി റഷ്യയിൽ വലിയ ശമ്പളം കിട്ടുമെന്നുള്ള പേരിൽ നിങ്ങളാരും പൈസ കൊടുത്ത് പോകരുത്, പോയാൽ മരണക്കടിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ റഷ്യയുടെ ഏജന്റുമാരും ഇതിന് കൂട്ടുണ്ട്. വലിയ തുകയാണ് ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വീടൊക്കെ വിറ്റും ഇത് ചെയ്തിട്ടാണ് ഈ റഷ്യയിലെ ഉയർന്ന ശമ്പളത്തിന് ജോലി എന്നുള്ള വാഗ്ദാനം കേട്ട് പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവരോട് പറയുന്നത് യുദ്ധമുന്നണിയിലേക്ക് പോകണം, പോയില്ലെങ്കിൽ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് അവർ നിർബന്ധിതമാവുകയാണ് യുദ്ധമുന്നണിയിൽ പോകാനായി. അങ്ങനെയാണ് 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത്. ഇനിയും നൂറുകണക്കിന് ആൾക്കാർ അവിടെയുണ്ട്. എന്തായാലും യുക്രൈൻ യുദ്ധം കൂടുതൽ ശക്തമായി തുടരുകയാണ്. റഷ്യയുടെ ആക്രമണങ്ങൾ ഈ മണിക്കൂറുകളിലും നടന്നിട്ടുണ്ട്. ഉക്രൈൻ ക്രീമിയ ഭാഗത്ത് ആക്രമണം നടത്തിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഉക്രൈൻ യുദ്ധം 2 വർഷം കഴിഞ്ഞിട്ട് തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എസ് കെ എൻ. ജെയിംസ്, ഇനി വിദേശ വാർത്തകളുമായി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.